ജോഷുവ അധ്യായം 8. ആയി പട്ടണം നശിപ്പിക്കുന്നു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിയിലേക്ക് പോവുക. ഭയമോ പരിഭ്രമമോ വേണ്ട. ഇതാ, ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജെറീക്കോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക. എന്നാൽ കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾക്ക് എടുക്കാം. പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിനു പിന്നിൽ പതിയിരിക്കണം. ജോഷുവയും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ജോഷുവ ധീരപരാക്രമികളായ 30,000 പേരെ തിരഞ്ഞെടുത്ത് രാത്രിയിൽ തന്നെ അയച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു, പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കണം. വളരെ അകലെ പോകരുത്. സദാ ജാഗരൂകരായിരിക്കുകയും വേണം. ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും. അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും. പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നതുവരെ അവർ ഞങ്ങളെ പിന്തുടരും. അപ്പോൾ അവർ പറയും, ഇതാ, അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു. ഞങ്ങൾ അങ്ങനെ ഓടും. അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും. കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അത് അഗ്നിക്കിരയാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ജോഷുവ അവരെ യാത്രയാക്കി. അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബഥേലിനും മധ്യേ ഒളിച്ചിരുന്നു. ജോഷുവ ആ രാത്രിയിൽ ജനത്തോടു കൂടെ താമസിച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു. അവനും കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്കുവശത്തായി പാളയമടിച്ചു. അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. പട്ടണത്തിനു പടിഞ്ഞാറ് വശത്ത് ബഥേലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം 5,000 യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു. പ്രധാന പാളയം പട്ടണത്തിനു വടക്ക് ഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തും ആയിരുന്നു. ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആയി രാജാവ് ഇത് കണ്ടപ്പോൾ അരാബായിലേക്കുള്ള ഇറക്കത്തിൽ വച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു. എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രു സൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല. ജോഷുവയും ജനവും പരാജിതരായി എന്നു നടിച്ച് മരുഭൂമിയുടെ നേരെ ഓടി. അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി. അവർ ജോഷുവയെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി. ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബഥേലിലോ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല. അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത്. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിനു നേരെ ചൂണ്ടുക. ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ജോഷുവ അങ്ങനെ ചെയ്തു. അവൻ കൈ ഉയർത്തിയയുടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി. തിടുക്കത്തിൽ പട്ടണത്തിനു തീ വച്ചു. ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല. കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു. പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്നും പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷുവയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു. പട്ടണത്തിൽ കടന്ന ഇസ്രായേലിയരും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു. ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി. അവരെ ഇസ്രായേലിയർ സംഹരിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു. അവസാനത്തെ ആൾ വരെ വാളിനിരയായി. പിന്നീട് ഇസ്രായേലിയർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി. ആയി പട്ടണത്തിലുണ്ടായിരുന്ന 12,000 സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതി അടഞ്ഞു. ആയി നിവാസികൾ പൂർണ്ണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തന്റെ കരം ജോഷുവ പിൻവലിച്ചില്ല. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു. അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിനു തീ വച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി. ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു. സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി
അത് ഇന്നും അവിടെയുണ്ട്. ജോഷുവ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തി മിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവെച്ചു. അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. അവരിൽ പകുതി ഗെരിസിം മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു. കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നതുപോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത്. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം, അനുഗ്രഹവചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷുവ വായിക്കാതിരുന്നില്ല. ജോഷുവ അധ്യായം 9. ഗിബയോൻകാരുടെ വഞ്ചന. ജോർദാന്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലബനോൻ വരെ നീണ്ടുകിടക്കുന്ന വലിയ കടലിന്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്യരും അമോര്യരും കാനാന്യരും പെരീസ്യരും ഹിവ്യരും ജബൂസ്യരും ആയ രാജാക്കന്മാരെല്ലാവരും ഇതു കേട്ടപ്പോൾ ജോഷുവയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടി. എന്നാൽ ജെറീക്കോയോടും ആയി പട്ടണത്തോടും ജോഷുവ ചെയ്തത് അറിഞ്ഞപ്പോൾ ഗിബയോൻ നിവാസികൾ തന്ത്രപൂർവം പ്രവർത്തിച്ചു. പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞും എടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റി നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു. അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു. അവർ ഗിൽഗാലിൽ ജോഷുവയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു, ഞങ്ങൾ വിദൂര ദേശത്തു നിന്ന് വരികയാണ്, ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം. അപ്പോൾ ഇസ്രായേൽ ജനം ഹിവ്യരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ ആവില്ല, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷുവയോട് പറഞ്ഞു. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമം കേട്ട് വിദൂര ദേശത്തു നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു. ജോർദാന്റെ മറുകരയിലുള്ള അമോര്യ രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സീഹോനോടും അഷ്താറോത്തിൽ താമസിക്കുന്ന ബാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു, യാത്രയ്ക്കു വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം. ഇതാ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങി പൂത്തിരിക്കുന്നു. യാത്രാമധ്യേ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു. കർത്താവിന്റെ നിർദ്ദേശം ആരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു. ജോഷുവ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു. ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു. ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരും ആണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ, കെഫീറ, ബേറോത്ത്, കിരിയാത്ത് യയാറിം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല. സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറുപിറുത്തു. പ്രമാണികൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ. നമുക്കിങ്ങനെ ചെയ്യാം, അവർ ജീവിച്ചു കൊള്ളട്ടെ. അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും. നാം അവരോട് ശപഥം ചെയ്തതാണല്ലോ. അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറകുവെട്ടിയും വെള്ളം കോരിയും ജീവിച്ചു കൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു. സമൂഹം അത് അംഗീകരിച്ചു. ജോഷുവ അവരെ വിളിച്ചു ചോദിച്ചു,
അടുത്തു തന്നെ വസിക്കുകയും വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന്? അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങൾ എന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറകു വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും. അവർ ജോഷുവയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തു പോയി. ഇതാ, ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ്. ന്യായവും യുക്തവും എന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക. അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അവരെ വധിച്ചില്ല. അന്ന് ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറകു വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു. തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു.